ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കോൾ മാനിഫെസ്റ്റേഷനും മെസ്സേജ് മാനിഫെസ്റ്റേഷനും തന്നെയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് ഇതിനു വേണ്ടി പറഞ്ഞത്. അപ്പോൾ പല ആളുകൾക്കും ഈ എഴുതുക എന്ന് പറയുന്ന പരിപാടി അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി കണ്ണടച്ചിട്ട്. പക്ഷേ ആ മനസ്സിൽ കണ്ണടച്ച് പറയുന്നത് എഫക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഒരു അഡീഷണൽ ടെക്നിക്ക് കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ആ അഡീഷണൽ ടെക്നിക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ള കാൻഡിൽ ഗേസിംഗ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് ഒരു കാൻഡിലാണ്. അത് നിങ്ങൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഏത് കളറാണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് ഇരുട്ടുള്ള ഒരു മുറിയിൽ നിങ്ങളത് ജസ്റ്റ് കത്തിച്ച് വെക്കുക. കത്തിച്ച് വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ്, ഒരു 2-3 മിനിറ്റ് ആ തീനാളത്തിലോട്ട് തന്നെ നോക്കിയിരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് മാക്സിമം കണ്ണ് ഇമ വെട്ടാതെ പിടിക്കുക. ഇനി കണ്ണ് ഇമ വെട്ടുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ തളരുമ്പോൾ മാത്രം കണ്ണിമ വെട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെ 2-3 മിനിറ്റ്സോളം നിങ്ങൾ ജസ്റ്റ് ഗെയ്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ ക്ലോസ് ചെയ്യുക. അതവിടെ കത്തിക്കോട്ടെ. കണ്ണുകൾ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക? പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് പറയേണ്ടത്? ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ സ്പെല്ല് തന്നെയാണ്. അവിടെ നമ്മൾ എഴുതുകയാണ് ചെയ്തത്, ഇവിടെ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരിൽ നിന്നാണോ കോൾ പ്രതീക്ഷിക്കുന്ന ആളുടെ പേര് പ്ലസ് കോൾ മീ നൗ. മെസ്സേജ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലസ് മെസ്സേജ് മീ നൗ. ഇപ്പൊ ഇവിടെ കോളിന് വേണ്ടിയിട്ട് ജസ്റ്റ് എങ്ങനെ പറയണം എന്ന് പറയാം. ചിത്ര കോൾ മീ നൗ. ഇനി മെസ്സേജിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ചിത്ര മെസ്സേജ് മീ നൗ എന്നുള്ളതാണ്. അപ്പൊ അത് എത്ര തവണ പറയണം? അടുത്ത ചോദ്യം. 33 തവണയാണ് മനസ്സിൽ പറയേണ്ടത്. എത്ര ദിവസം ചെയ്യണം? അതിനുള്ള ഉത്തരം 14 ദിവസം തുടർച്ചയായിട്ട്. എപ്പോൾ ചെയ്യണം? രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് ചെയ്യേണ്ടത്. നമ്മൾ കണ്ണടച്ച് ഇത് മനസ്സിൽ പറഞ്ഞതിന് ശേഷം കണ്ണ് തുറന്ന് പിന്നീട് ആ ക്യാൻഡിൽ ജസ്റ്റ് ഊതിക്കെടുത്തിയാൽ മതി. ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്. ഈ സെയിം ടെക്നിക്ക് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 14 ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഒന്നും ചെയ്യേണ്ട, അത് മാനിഫെസ്റ്റ് ആയിക്കോളും. ചില ആളുകൾക്ക് ഫ്യൂ ഡേയ്സ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വരും. ചില ആളുകൾക്ക് കുറച്ച് ടൈം എടുക്കും. അത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തായാലും മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും വിത്തിൻ 1 മന്ത്. ഓക്കെ, ഫാസ്റ്റായിട്ട് നടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ചെയ്ത് നോക്കുക. റിസൾട്ടും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.